ഓം നമ ശിവായ. ജ്യോതിഷ ചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ പറയുന്നത് പഞ്ചഗ്രഹ മാറ്റത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ്. അത് 4 രാശിക്കാർക്ക് 12 നാളുകാർക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഒരു വ്യാഴവട്ടക്കാലത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു രാശി മാറ്റമാണ് ഈ മാസം നടക്കുന്നത്. ആ 5 രാശികൾ, 5 ഗ്രഹങ്ങളെന്ന് പറയുന്നത്: 1 രാഹു, 2 കേതു. മെയ് 18-ാം തീയതി രാഹു മീനം രാശിയിൽ നിന്നും കുംഭം രാശിയിലേക്ക് മാറുന്നു. അതുപോലെ കേതു കന്നി രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. മെയ് 23-ാം തീയതി ബുധൻ മേടം രാശിയിൽ നിന്നും ഇടവം രാശിയിലേക്ക് മാറുന്നു. മെയ് 31-ാം തീയതി ശുക്രൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ ജൂൺ 6-ാം തീയതി കുജൻ കർക്കിടകം രാശിയിൽ നിന്നും ചിങ്ങം രാശിയിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള 5 ഗ്രഹങ്ങളുടെ മാറ്റമാണ് ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത്. അതുകൊണ്ട് 4 രാശിക്കാർക്ക് അഥവാ 12 നാളുകാർക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മേടം രാശിക്കാർ എന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക കാൽ ആണ് മേടം രാശി. അതുപോലെ തന്നെ ഇടവം രാശി എന്ന് പറയുന്നത് കാർത്തിക മുക്കാൽ, രോഹിണി, മകയിരമര, അതാണ് ഇടവം രാശി. ഇനി മിഥുനം രാശി എന്ന് പറയുന്നത് മകയിരമര, തിരുവാതിര, പുണർദം മുക്കാൽ, അതാണ് മിഥുനം രാശി. കർക്കിടകം രാശി എന്ന് പറയുന്നത് പുണർദം കാൽ, പൂയം, ആയില്യം. ഇങ്ങനെ ഉള്ള 4 രാശിക്കാർക്കുണ്ടാകുന്ന ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. അതിൽ മേടം രാശി എന്ന് പറയുമ്പോൾ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്തെല്ലാമാണ്? മേടം രാശിക്കാരെന്ന് പറയുന്നത് തന്നെ ഒരു സ്ഥിരോത്സാഹികളായിട്ടുള്ള ആൾക്കാരാണ്. വളരെ സമൃദ്ധമായിട്ട് കാര്യങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യുന്നവരാണ്. അവർക്കിപ്പോൾ പരാജയം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല. ഏത് രംഗത്തിലേക്ക് പോയാലും വിജയം അവർക്ക് സുനിശ്ചിതമായിരിക്കും. ആ ഒരു സംഭവമാണ് ഇപ്പോൾ അവർക്ക് അനുകൂലമായി വന്നിരിക്കുന്നത്. ഏത് മേഖലകളിലേക്ക് അവർക്ക് പോയാലും, ബിസിനസ് പരമായി പോയാലും, അതുപോലെ തന്നെ മറ്റുള്ള തൊഴിൽപരമായി പോയാലും, ഇനി പരീക്ഷയ്ക്ക് എഴുതുന്ന ടെസ്റ്റുകളിലേക്ക് പോയാലും അവർ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ സാമ്പത്തിക നില എന്ന് നോക്കുമ്പോൾ വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ സമ്പത്തുക്കളെല്ലാം തന്നെ ഇവർക്ക് വളരെ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഇതിനു മുൻപും ഇവർക്ക് സമ്പത്തുക്കൾ ധാരാളം സമ്പത്തുക്കൾ ഇവരുടെ കൈകളിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് സമ്പത്തുക്കൾ ധാരാളമുള്ളവർ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞ സമയമാണ്. ഇനിയും അതുപോലെ തന്നെ തുടരുന്നതാണ്. അവരുടെ ബന്ധുമിത്രാദികൾ, സഹോദരന്മാർ എല്ലാം തന്നെ ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു സംഭവമാണ്. എന്നാൽ ഇവരുടെ ബന്ധുമിത്രാദികളിൽ ചിലർക്ക് പെട്ടെന്ന് ഒരു സംഭവം പോലെയുള്ള അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈശ്വര വിശ്വാസവും ഈശ്വര പ്രാർത്ഥനയും കൊണ്ട് മാറുന്നതാണ്. എന്നാൽ ഇവരുടെ വീട് വളരെയധികം ഭംഗിയുള്ളതും അതുപോലെ തന്നെ നല്ല ഐശ്വര്യവുമുള്ള വീടാണ്. അമ്മയ്ക്ക് ചെറിയ ചെറിയ അസുഖങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും അതെല്ലാം തന്നെ മാറുന്ന ഒരു കാലഘട്ടമാണ്.
എന്നാൽ ആ വീടെന്ന് പറയുന്നത് ദുർഗാദേവിയോട് വളരെയധികം അടുപ്പമുള്ളൊരു കുടുംബം കൂടിയായിരിക്കും. ആ ദുർഗാ പൂജകളിലും ദുർഗാദേവിയെ പ്രാർത്ഥിക്കുന്നതും കൊണ്ട് ഇവർക്ക് ആ വീടിന് വളരെയധികം നേട്ടങ്ങൾ വന്ന് സംഭവിക്കുന്നതാണ്. ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് വളരെയധികം സമ്പത്തുക്കളെല്ലാം തന്നെ ഉണ്ടാക്കുവാൻ സാധ്യതയുള്ളവരാണ്. എന്നാൽ അവർക്ക് ചെറിയ ചെറിയ മടി അല്ലെങ്കിൽ വളരെയധികം അലസതയുള്ള കാലഘട്ടമാണ്. അതൊന്ന് മാറിക്കഴിഞ്ഞാൽ അവർ സമ്പത്തുക്കളെല്ലാം തന്നെ ധാരാളം ഉണ്ടാക്കുന്നവരാണ്. ഇവർക്ക് ധാരാളം ശത്രുക്കൾ ഉണ്ടാകുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ആ ശത്രുക്കളെല്ലാം തന്നെ ഇപ്പോൾ അവരോട് വളരെയധികം സ്നേഹപരമായിട്ട് പോകുവാൻ സാധ്യതയുള്ള ഒരു സമയം കൂടിയാണ്. എന്നാൽ ദാമ്പത്യ കാര്യങ്ങളിലെല്ലാം ഇവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും ചില അസാരസ്യങ്ങളും ചില പിണക്കങ്ങളും എല്ലാം തന്നെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവയെല്ലാം തന്നെ നല്ല രീതിയിൽ പോകുന്ന ഒരു സമയമാണ്. എന്നാൽ വിവാഹാദി കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടക്കുവാനുള്ള സാധ്യതയുള്ള സമയം കൂടിയാണ്. ആ വിവാഹാദി കാര്യങ്ങളെല്ലാം തന്നെ ഭംഗിയായി നടക്കുവാനും ആ വിവാഹാദി കാര്യങ്ങളിലെല്ലാം തന്നെ ചില പ്രതിസന്ധികൾ ഉണ്ടാകുവാനുള്ള സാധ്യതകളുമുണ്ട്. എന്നാൽ ഈ തടസ്സങ്ങളെന്ന് പറയുന്നത് അവരുടെ കുടുംബപരമായിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ഫലമാണ്. വ്യക്തികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് ഈ തടസ്സങ്ങളെല്ലാം തന്നെ വന്നു ചേരുന്നത്. എന്നാൽ ഇവരുടെ 9ാം ഭാവാധിപൻ എന്ന് പറയുന്നത് സർവേശ്വരനാണ്, സർവകാരകനാണ്. ആ സർവകാരകനോട് ഇവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഓം നമോ നാരായണായ എന്ന മന്ത്രം 1008 പ്രാവശ്യം ഒരു ദിവസം ഇവർ ജപിക്കുവാൻ സാധിക്കുമെങ്കിൽ ഇവരുടെ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. അതുപോലെ തന്നെ ഇവർ സുദർശന മന്ത്രവും ചൊല്ലേണ്ടതാണ്. അർബുദ്ധേ ഹരിചന്ദ്ര മഹാസുദർശനോ മഹാവിഷ്ണു ദേവതോ ഓം ക്ലീം കൃഷ്ണായ ഗോവിന്ദായ ഗോപീജന വല്ലഭായ പരായ പരമ്പുരുഷായ പരമാത്മനി പരകർമ്മ മന്ത്രേന്ദ്ര അസ്ത്ര ശസ്ത്രാണ സംഹാര സംഹാര മോജായ മോജായ ഓം നമോ ഭഗവതി മഹാസുദർശനോജ എന്നുള്ള മന്ത്രം അവർ എത്ര പ്രാവശ്യം ചൊല്ലാമോ അത്രയും ഇവർക്ക് ഗുണകരമായിരിക്കും എന്നുള്ളതിൽ തർക്കമില്ല. ഇവരുടെ കർമ്മഭാവത്തിന് ചില മന്ദതകൾ അഥവാ ഒരു തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവയെല്ലാം തന്നെ പെട്ടെന്ന് മാറി അവ ഭംഗിയായി വരുന്നൊരു സമയമാണ്. ധനലാഭത്തിലേക്ക് പോകുമ്പോഴും ഇവർക്ക് ചില തടസ്സങ്ങൾ വരും. ആ ധനലാഭവും ഇവർക്ക് പിന്നീട് എത്തിച്ചേരുന്നതാണ്. എന്നാൽ ഇത് കൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ വ്യയഭാവം അഥവാ ചിലവഴിക്കുന്ന ഭാവങ്ങൾ വളരെ ചുരുക്കമായിരിക്കും. ഇവർ വളരെ കുറച്ച് പണം മാത്രമേ ചിലവഴിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്തത് ഇടവം രാശിയിലേക്കാണ് പോകേണ്ടത്. ഇടവം രാശി എന്ന് പറയുമ്പോൾ വളരെയധികം ശക്തന്മാരായിട്ടുള്ള അഥവാ അവർ യാതൊരു കാരണവശാലും തോൽക്കുന്നവരല്ല ഇടവം രാശിക്കാർ. ആ ഇടവം രാശിക്കാരുടെ ഒരു കാരണവശാലും തോറ്റു കൊടുക്കുന്നവരല്ല. അവരുടെ രാശ്യാധിപൻ തന്നെ ശുക്രനാണ്. തോക്കാ ശുക്രൻ ഒരിക്കലും എന്നാണ് പറയുന്നത് പ്രമാണം. അപ്പോൾ അവർ ആരോടും പരാജയം ഏറ്റുവാങ്ങുന്നവരല്ല. ഏത് രംഗത്തേക്ക് പോയാലും അവർ വിജയിക്കും. അവരുടെ രീതികൾ അതാണ്. പ്രവർത്തനങ്ങളിൽ അവർക്ക് യാതൊരുവിധ മടിയുമില്ലാത്തവരാണ്. ഏത് ജോലിയും അവർ നിഷ്പ്രയാസമായിട്ട് കൈകാര്യം ചെയ്യുന്നവരാണ്. വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ല ഉശിരോടുകൂടിയും നല്ല ഊർജത്തോടു കൂടിയും ചെയ്യുന്ന ഒരു സന്ദർഭമാണ് ഇവരുടെ ഇപ്പോഴത്തേത്. ഇവർക്ക് സാമ്പത്തികപരമായിട്ട് വളരെയധികം സമ്പത്തുക്കളെല്ലാം തന്നെ വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്.
സമ്പത്ത് ധാരാളമായിട്ട് വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. കാരണം ഈശ്വരൻ്റെ കൃപാകടാക്ഷം ഇവർക്കുണ്ട്. എന്നാൽ ആ സമ്പത്തുകൾ ഒരു ചെറിയ തടസ്സമുണ്ട്. അത് മാറിക്കഴിഞ്ഞെന്നാൽ ഇവരുടെ സമ്പത്തുക്കളെല്ലാം തന്നെ ഇവർക്ക് വിദ്യയും സമ്പത്തും എല്ലാം തന്നെ ശ്രേയസ്സും എല്ലാം തന്നെ അഭിവൃദ്ധിയും എല്ലാം തന്നെ വന്നു ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇവരുടെ സഹോദരന്മാരെല്ലാം തന്നെ ഇവരോട് ചെറിയ ചെറിയ വൈരാഗ്യവും അതുപോലെ തന്നെ വളരെയധികം അടുപ്പം കാണിക്കാത്തൊരു സമയമാണ്. ബന്ധുക്കളെല്ലാം തന്നെ ഇവരോട് സ്നേഹവും വാത്സല്യവും കരുണയും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും ഇപ്പോൾ അവരിൽ നിന്നും ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അവരെല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇവരിലേക്ക് എത്തുകയും ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും എത്തിക്കുകയും ചെയ്യുന്നതാണ്. ഇവരുടെ വീട് നല്ല ഒരു ഐശ്വര്യ സമ്പത്ത് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വീട് ഗ്രഹമാണ്. അമ്മയുടെ അമ്മയെന്ന് പറയുന്നതും നല്ല കുലീനമായിട്ടുള്ള ഒരു അമ്മയാണ്. കൂടാതെ ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് ധാരാളം ധനം സമ്പാദിക്കുവാൻ താല്പര്യമുള്ളവരാണ്. എന്നാൽ ഈ ചെറിയൊരു കാലഘട്ടം കൊണ്ട് അവർക്ക് വളരെയധികം വിദ്യാഭ്യാസത്തിലും അതുപോലെ തന്നെ എല്ലാം തന്നെ ഒരു മന്ദത, ഒരു മങ്ങൽ സംഭവിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ ഈശ്വര കടാക്ഷത്തോടു കൂടി ഇവർക്ക് വന്നു ചേരുന്ന ഈശ്വര കടാക്ഷമാണ്. അതിപ്പോൾ അവർക്ക് ലഭിക്കുവാൻ പോവുകയാണ്. അവയെല്ലാം മാറി കർമ്മനിരതരായി മാറുന്ന സന്താനങ്ങളായി മാറുന്നതാണ്. ഇവർക്ക് ശത്രുക്കൾ ധാരാളമുണ്ട്. ആ ശത്രുക്കൾ വളരെ ഉണ്ടെങ്കിലും ആ ശത്രുക്കളൊന്നും തന്നെ ഇവരുടെ നേർക്ക് വരികയില്ല. ശത്രുക്കളുടെ മനസ്സ് ഇവരുടെ നേർക്ക് വരുമ്പോൾ എല്ലാം തന്നെ മങ്ങിപ്പോവുകയും അവരോട് വളരെ സ്നേഹപരമായിട്ട് പെരുമാറുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നാൽ ഇവരുടെ ദാമ്പത്യ ജീവിതം വളരെ സുഖകരമായിട്ട് പോകുന്നൊരു സമയമാണ്. എന്നാൽ ആ ദാമ്പത്യ ജീവിതത്തിൽ തന്നെ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകുവാറുണ്ട്. എങ്കിലും അത് എല്ലാം തന്നെ ഇവർ അതിനെയെല്ലാം തന്നെ ഭംഗിയായി കൈകാര്യം ചെയ്യുവാനും അവയെല്ലാം തന്നെ മാറ്റുവാനും സാമർഥ്യമുള്ളവരാണ്. ഇവർക്ക് തടസ്സങ്ങളെല്ലാം തന്നെ ഉണ്ടെങ്കിലും ആ തടസ്സങ്ങളെയെല്ലാം തന്നെ വകവയ്ക്കാതെ ആ തടസ്സങ്ങളെയെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് ഇവർ പോകുന്നവരാണ്. ഇവരുടെ കർമാധിപൻ എന്ന് പറയുന്നതും ശനിയാണ്, ശനി ഭഗവാനാണ്. ആ കർമ്മ മേഖലകളെല്ലാം തന്നെ ഇവർക്ക് നല്ലതുപോലെ കൊണ്ടുപോകുവാൻ കഴിവുള്ള ഒരു യോഗ്യതയുള്ളവരും പ്രാപ്തിയുള്ളവരുമാണ്. ഇവർ ഒരു കാരണവശാലും ഒരു കർമ്മ മേഖലകളിലേക്ക് പരാജയപ്പെടുന്നവരല്ല. അതുപോലെ തന്നെ ഇവരുടെ വ്യയസ്ഥാനങ്ങൾ അഥവാ ഇവർക്ക് ഏത് പ്രവൃത്തിയിലേക്ക് പോയാലും അതിൽ നിന്നും സമ്പത്തുക്കൾ ധാരാളം വന്നു ചേരുന്നവരാണ്. ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം ചിലവുകൾ ഉണ്ടാകും. ആ ചിലവുകളെല്ലാം തന്നെ ഇവർ ലഘൂകരിക്കുകയാണെങ്കിൽ വളരെ സമ്പൽ സമൃദ്ധമായിട്ടും ഐശ്വര്യമായിട്ടും ഇവർക്ക് ജീവിക്കാവുന്നതാണ്. ഇനി നമുക്ക് മിഥുനം രാശിയെക്കുറിച്ചാണ്. മിഥുനം രാശി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈശ്വരാനുകൂലം വളരെയധികം ഉള്ള ഒരു സമയമാണ്. ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ആ ചെറിയ ചെറിയ തടസ്സങ്ങൾക്ക് ഇവർ ചെയ്യേണ്ടത് എന്തെല്ലാമാണ്? ഇവരുടെ ഭാഗ്യാധിപനെയും ഇവരുടെ ധനാധിപനെയും ഇവരുടെ സർവേശ്വരനെയും വളരെയധികം ശക്തിയോടുകൂടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടുന്ന വഴിപാടുകൾ അത് ചെയ്യുകയും അവരോട് പ്രാർത്ഥിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്. എന്നാൽ ഇവരുടെ സമ്പത്തുക്കൾ വരവിന് ഒരു ചെറിയ മങ്ങലിപ്പോൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ സമ്പത്തുക്കൾ എല്ലാം തന്നെ വന്നു ചേരുവാൻ പോകുന്ന ഒരു സമയമാണ്. സമ്പത്തുക്കളും അഭിവൃദ്ധിയും സ്ഥാനമാനങ്ങളും എല്ലാം തന്നെ ഇവർക്ക് പോകുന്നൊരു കാലഘട്ടമാണ്. ഈശ്വര കൃപയുള്ളവരാണ്, ഈശ്വര കടാക്ഷമുള്ളവരാണ് ഇവർ. ഈശ്വരനോട് വളരെയധികം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ
ഇവർക്ക് വളരെ നേട്ടങ്ങൾ കഴിയുന്നവരാണ്. അതുപോലെ തന്നെ ഇവരുടെ സഹോദരങ്ങളെന്ന് പറയുന്നത് ഒരല്പം അകന്നു നിൽക്കുന്നവരായിരുന്നെങ്കിലും ആ സഹോദരങ്ങളെല്ലാം തന്നെ ഇവരുടെ സാന്നിധ്യത്തിലേക്ക് ഇവരുടെ സഹായം തേടി വരുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും. അതോടുകൂടി സഹോദരന്മാരെല്ലാവരും തന്നെ ഇവർക്ക് അനുകൂലമാകുന്ന ഒരു സമയമായിട്ട് വരും. എന്നാൽ ഇവരുടെ വീട് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു വീടാണ്. ആ ഐശ്വര്യപൂർണമെന്ന് പറയുമ്പോൾ അവിടെ മഹാവിഷ്ണുവിൻ്റെയോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ ഒരു സാന്നിധ്യമുള്ള ഈശ്വര കടാക്ഷമുള്ള ഒരു വീടാണ്. സന്താനങ്ങളെല്ലാം തന്നെ നല്ല അഭിവൃദ്ധിയിലേക്ക് വരുന്നവരാണ്. ആ സന്താനങ്ങൾ ഒരു കാരണവശാലും ഒന്നിനും പരാജയപ്പെടുന്നവരല്ല. അവർ ഒന്നിനെയും പരാജയം അവർക്ക് യാതൊരുവിധ പ്രശ്നവുമല്ലാത്ത രീതിയിലാണ് സന്താനങ്ങൾ പോകുന്നത്. അതുകൊണ്ട് പരാജയം ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നില്ല. അതുപോലെ തന്നെ ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ശക്തന്മാരാണെങ്കിലും അവരെ എല്ലാം തന്നെ നിഷ്പ്രഭരാക്കുന്നവരാണ് ഇവർക്ക് കിട്ടുന്ന ഈശ്വരാധീനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഈശ്വരാധീനം ഒന്നുകൊണ്ട് ഇവരുടെ ശത്രുക്കളെല്ലാം തന്നെ വളരെ നിരുത്സാഹത്തോടു കൂടി വളരെയധികം എന്താ പറയുക വളരെ ലജ്ജയോടുകൂടി തലതാഴ്ത്തി പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് ജീവിതത്തിലെ അഥവാ ദാമ്പത്യ ജീവിതത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടാകാമെങ്കിലും ആ ദാമ്പത്യ ജീവിതം ഭംഗിയായിട്ട് പോവുകയും വിവാഹാദി കാര്യങ്ങളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകുമെങ്കിലും ആ തടസ്സങ്ങളെല്ലാം മാറ്റി കൊണ്ടുപോകുന്നതിന് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഇന്ദ്രാണി പൂജ നടത്തുക. ഇന്ദ്രാണി പൂജ നടത്തിക്കഴിഞ്ഞാൽ ഇത്ര വിവാഹ തടസ്സമുണ്ടെങ്കിലും മാറിക്കിട്ടുന്നതാണ്. അതുപോലെ തന്നെ ഇവരുടെ തടസ്സങ്ങളെന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള തടസ്സങ്ങളല്ല. അതെല്ലാം തന്നെ സാവധാനം മാറി പോകുന്നതാണ്. എന്നാൽ ഇവർക്ക് ശനി ഭഗവാന്റെ ഒരു കൃപാകടാക്ഷമുള്ളവരാണ്. അതുകൊണ്ട് ആ ശനി ഭഗവാനെ വളരെ മനസ്സിരുത്തി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ശബരിമലയ്ക്ക് പോകുവാൻ കഴിയുന്ന കാലഘട്ടങ്ങളിൽ ശബരിമലയ്ക്ക് പോയി ഭഗവാനെ പ്രാർത്ഥിക്കുകയും അവിടെ ഒരു നാണയമെങ്കിലും സമർപ്പിച്ച് എല്ലാ ദുരിതങ്ങളും ദുഃഖങ്ങളും മാറ്റിത്തരണം, എല്ലാ പ്രവർത്തനങ്ങളിലും വിജയിപ്പിച്ചു തരണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഇവരുടെ കർമ്മരംഗം അത്യധികമായിട്ട് സമ്പൽ സമൃദ്ധമായി പോകുന്ന ഒരു കാലഘട്ടമാണ്. ആ കർമ്മരംഗങ്ങൾ വളരെ മന്ദീഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ മന്ദഗതിയിലാണ് ഇപ്പോൾ കർമ്മരംഗങ്ങൾ പോകുന്നതെങ്കിലും അത് വളരെയധികം ശക്തമായിട്ട് പ്രവർത്തന മേഖലകളെല്ലാം തന്നെ ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. ഇവർക്ക് ധാരാളം സമ്പത്തുക്കൾ വന്നു ചേരുന്നൊരു കാലഘട്ടമാണ്, വന്നു ചേരുകയും ചെയ്യും. കൂടാതെ കൊണ്ട് തന്നെ അവർക്ക് ഊശ്വരന്മാരായിട്ടുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഇവരുടെ കർമ്മരംഗങ്ങൾ അതുപോലെ തന്നെ ലാഭസ്ഥാനങ്ങളും വളരെയധികം വന്നു ചേരുന്നതാണ്. മാത്രമല്ല ഇവരുടെ ചിലവ് ഒരല്പം കൂടുതലാണ്. ഇവർ വളരെയധികം ചിലവഴിക്കുന്ന ഒരു രീതിക്കാരാണ്. അതുകൊണ്ട് അത് കുറച്ച് കഴിഞ്ഞെന്നാൽ ഇവർക്ക് വളരെ നേട്ടങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നതാണ്. ഇനി നമ്മൾക്ക് കർക്കിടകം രാശിക്കാരെ കുറിച്ചാണ് പറയേണ്ടത്. ആ കർക്കിടകൻ രാശിക്കാരെന്ന് പറയുമ്പോൾ പുണർതത്തിൽ കാല് പൂയം ആയില്യം, ഇതാണ് കർക്കിടകം രാശി. ഇവർക്ക് വളരെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനുള്ള യാതൊരുവിധ മടിയുമില്ല. ഇവർക്ക് വന്നു ചേരുന്ന ധനം ഏത് രീതിയിലേക്ക് പോകുന്നെന്ന് ഇവർക്കറിയില്ല. ധാരാളം സമ്പത്തുക്കൾ വരുന്നുണ്ട്. പക്ഷേ ഇവർക്ക് കുറച്ച് സമയം കഴിയുമ്പോൾ ആ സമ്പത്തുക്കൾ വളരെ പെട്ടെന്ന് തന്നെ പോകുന്നു. ഇതുകൂടാതെ കൊണ്ട് തന്നെ ഇവർക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവർ ധാരാളം സമ്പത്തുക്കൾ പോലുള്ള നേട്ടങ്ങൾ ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർക്ക് ധാരാളം പണം വന്നു ചേരുകയും ചെയ്യും. അതെല്ലാം തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളുടെ മികവാണ്. എന്നാൽ ഇവർക്ക് സഹോദരന്മാരെന്ന് പറയുന്നത് സഹോദര സ്ഥാനികളായിട്ടുള്ളവരോ സഹോദരന്മാരോ ഇവർക്ക് വളരെയധികം ഗുണങ്ങൾ ചെയ്യുന്നതോ അഥവാ ഗുണങ്ങൾ ചെയ്യുവാൻ
കഴിവുള്ളവരുമല്ല. എന്നാലും അവർക്ക് വളരെയധികം ഗുണങ്ങൾ ഇവർക്ക് ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട്. അതുകൂടാതെ കൊണ്ട് തന്നെ ഇവരുടെ ഇവരുടെ ഗൃഹമെന്ന് പറയുന്നത് ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു ഗൃഹമാണ്. ആ വീട് ദുർഗാദേവിയുടെ ഒരു വാസസ്ഥലം കൂടിയാണെന്ന് വേണം പറയാൻ. അതുപോലെ തന്നെ ഇവരുടെ അമ്മ എന്ന് പറയുന്നത് വളരെ സ്നേഹവും വളരെ കൃപയുമുള്ള ഒരു ഈശ്വരാധീനമുള്ള അമ്മയാണ്. സന്താനങ്ങളെല്ലാം തന്നെ വളരെ അഭിവൃദ്ധിയിലേക്ക് വരുന്ന ഒരു സമയം കൂടിയായിരിക്കും അടുത്ത കാലഘട്ടങ്ങൾ. ആ സന്താനങ്ങളെ കൊണ്ട് ഇവർക്ക് സമ്പത്തുക്കൾ ഉണ്ടാകുന്നൊരു സമയവും കൂടി വരുന്നതാണ്. ഇവരുടെ ശത്രുക്കൾ എന്ന് പറയുന്നത് ഇവരോടൊപ്പം നിൽക്കുവാൻ യാതൊരുവിധ കഴിവുമുള്ളവരല്ല. എന്നാലും ശത്രുത വെറുതെ വെച്ച് പുലർത്തിക്കൊണ്ടു പോകുന്നവരാണ്. എന്നാൽ ഇവർക്ക് ദാമ്പത്യപരമായിട്ടുള്ള അഥവാ വിവാഹാദി കാര്യങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെറിയ ചെറിയ തടസ്സങ്ങൾ വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ്. അതെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ മാറുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വരും. എന്നാൽ ഇവർക്ക് തടസ്സങ്ങൾ വന്നു ചേരുന്നത് ഏത് മേഖലകളിൽ നിന്നുമായിരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത്. ആ തടസ്സങ്ങൾ ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്നുമാണോ വരുന്നത്, അതിനെയാണ് ഇവർ വളരെയധികം ശ്രദ്ധയോടുകൂടി കണക്കാക്കേണ്ടത്. ഇവരുടെ ഇവരുടെ ഭാഗ്യാധിപൻ എന്ന് പറയുന്നത് എല്ലാം സർവേശ്വരനായിട്ടുള്ള സർവകാരകനായിട്ടുള്ള തമ്പുരാൻ തന്നെയാണ്. അത് മഹാവിഷ്ണു തന്നെയാണ്. ആ ഭഗവാനോട് വളരെയധികം കൃപയോടുകൂടി ഞങ്ങൾക്ക് വളരെ കാത്തുകൊള്ളണേ എന്ന് ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിട്ട് കഴിയുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയും നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരുടെ കർമ്മരംഗങ്ങൾ പെട്ടെന്ന് തന്നെ വളരെ ശക്തമായിട്ട് ആ കർമ്മരംഗങ്ങൾ പുഷ്ടിപ്പെടുന്നതാണ്. ഇവരുടെ വ്യയസ്ഥാനം എന്ന് പറയുന്നത് ഇവരുടെ ചിലവഴിക്കാൻ പണം സമ്പത്തുക്കളെല്ലാം തന്നെ ധാരാളം വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇവർക്ക്. ആ സമ്പത്തുക്കളെല്ലാം തന്നെ വന്നു ചേരുകയും അതുപോലെ തന്നെ ആ സമ്പത്തുക്കൾ വളരെ നാളുകൾ നിലനിൽക്കുന്നതുമാണ്. എന്നാൽ ഇവരുടെ ഇപ്പോൾ വളരെയധികം സമ്പത്തുക്കൾ ഇവർ ചിലവഴിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവരുടെ കയ്യിൽ സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകുന്നതിന് കാരണമാകുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ ഈശ്വരനെ എല്ലാവരെയും നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന ഈശ്വരൻ, നമ്മൾക്ക് കൃപ ചെയ്യും എന്നുള്ള ഈശ്വരൻ, അഥവാ നമ്മളുടെ 9ാം ഭാവാധിപൻ, അവരെയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 9ാം ഭാവാധിപനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർ നമ്മളോട് വളരെയധികം കൃപാകടാക്ഷം ഉണ്ടാകും. പെട്ടെന്ന് നമ്മൾ കിട്ടുകയെന്നല്ല, പക്ഷേ നമ്മൾക്ക് അതിൽ നിന്നും നേട്ടങ്ങൾ വളരെ സാവധാനത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം ഉപസംഹരിക്കുകയാണ്. എല്ലാവർക്കും നന്മകളും എല്ലാവർക്കും ഈശ്വര കൃപാകടാക്ഷം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വൈക്കത്തപ്പൻ്റെ കാരുണ്യം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.